നിങ്ങളിവിടെ പന്തൽ വിട്ടും കിടക്കയൊക്കെ കൊണ്ടുപോയിട്ട് ബക്കറ്റ് വിട്ടോ ഇതിനെ പിരിക്കണ്ടോ. അപ്പം ഞാൻ പന്തൽ വിട്ടില്ല, കിടക്കയും കൊണ്ടുവന്നില്ല. ഈ ചട്ടി കൊണ്ട് റോഡരികിടെയാണ്. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിൽ പോയാൽ പിറ്റേ ദിവസം ഞാൻ പൊക്കോളാം. ഇപ്പോൾ എനിക്ക് പെൻഷൻ വേണം, എനിക്ക് കഞ്ഞിക്കില്ല. അതുകൊണ്ട് ഞാൻ നടക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം പത്രം വന്നപ്പോൾ എൻ്റെ പടമുണ്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് 1.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 1 ഏക്കറെങ്കിലേക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വില്ലേജിൽ പോയി. ഒരു അപേക്ഷ എഴുതി ചെന്ന് വില്ലേജ് ഓഫീസർ കൊടുത്തു. സാറേ, എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന്, രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ ഇല്ലാതെ ഞാൻ പോയായിരുന്നു. ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ കാണാത്തവനിങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ കൊച്ചിനെ വിൽക്കാനല്ലോ നമ്മൾ പിള്ളേരെ വളർത്തണം. നമ്മൾ എത്ര കോടികൾ കടപ്പാടാണ്ട് വിറ്റ് ആ കൊച്ചിനെ രക്ഷിക്കുമല്ലേ. അപ്പോൾ വർഗീസിന് എന്ത് വിളുകൊണ്ട് 5 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ്. അങ്ങനെ മറിയക്കുട്ടിയമ്മ ഇത്രയും പേര് ലോകപ്രശസ്തമായ രൂപത്തിൽ എത്തിപ്പെട്ടതിന് പിന്നിൽ ഒരു ചട്ടിക്കഥയുണ്ട്. ചട്ടിക്കഥ എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചട്ടിയുമായി അടിമാലി ടൗണിലേക്ക് ഇറക്കാൻ പോകേണ്ടി വന്നു. കാരണം അത്രയും ഗതികേടുള്ള അവസ്ഥയ്ക്ക് ഗവൺമെൻറ് തള്ളിവിട്ടു. അതിനെക്കുറിച്ചാണ് ഇന്ന് മറിയക്കുട്ടിയമ്മ പറയുന്നത്. എന്താണ് ചട്ടിയുമായിട്ട് നമ്മൾ ഇറങ്ങാൻ കാരണം? കാരണം എന്നാന്ന് ഞാൻ സുഖമില്ലായിരുന്നു. കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുക. അപ്പം എനിക്ക് ആൺപിള്ളേരില്ല, പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടാലേ അവർക്കിടെ ആണുങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റുള്ളൂ. ബലമായിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ബലമായിട്ട് ചോദിക്കാൻ പറ്റിയാലോ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ആരോടും ചോദിച്ചില്ല. എനിക്കങ്ങനെ തന്നെ തോന്നി ഇത് ഒരു മാർഗവും ഇല്ല. എന്നാൽ ഇനി ഇപ്പം ഇങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ, കിട്ടുമോയെന്ന് അറിയട്ടെ എന്നോർത്തത്. ഒരാഴ്ചയായി ആലോചന പറഞ്ഞു. ഞാൻ അല്ല, അതിന് കാരണം നമുക്ക് പെൻഷന്റെ അല്ല പറയട്ടെ. ഓക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെ സുഖമില്ലായിരുന്നപ്പോൾ ഈ പെൻഷൻ 10 മാസം കൊണ്ട് തരാം. 10 മാസം എനിക്ക് ആഴ്ച 4 കില്ലായി. ഈ തീപ്പെട്ടി കൊണ്ട് അളന്നാലും മാസം തയ്ക്കാൻ പറ്റിയല്ല. ഈ അരി 4 കിലോ എങ്ങനെ തയ്ക്കും മാസം? അപ്പോൾ ഈ 4 കിലോ അരി കൊണ്ട് ഞാൻ ഇരിക്കണം എങ്ങനെ? അപ്പോൾ ഞാൻ വേറൊരു പെണ്ണിനോട് ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് പോരാവും കുഞ്ഞന്നമ്മ, ആ ചട്ടിയും പിടിച്ചോണ്ട്. പിന്നെ എനിക്ക് ഇന്നത്തെ കൂലി തന്നേക്കാം അന്ന് പറഞ്ഞപ്പോൾ അന്ന് പോരാന്ന് പറഞ്ഞു. എനിക്ക് കാശ് കിട്ടിയാൽ മതി, അത് ഒറ്റയ്ക്ക് നടക്കണം, ഞാൻ കൂലി തരാമെന്ന്. പോരാന്ന്. അങ്ങനെ എൻ്റെ കൂടെ പോകുന്നത്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു സാറിനോട് ചുവന്ന ചട്ടിയും മരിച്ചോണ്ട് ഇവിടെ നിന്ന് ആദ്യം കയറി ഓട്ടോ വിളിച്ച് പോയി. അടിമാലിക്കട നടന്നു. അടിമാലിക്കടയൊക്കെ നടന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കേന്ദ്രത്തിൽ പോകാൻ പാടില്ല. കേന്ദ്രത്തിൽ പോകണമെന്നോട്ടാ ഇരിക്കണേ. നിങ്ങൾ എനിക്കൊരു അടിസ്ഥാനം ഇട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ പന്തൽ വിട്ടും കിടക്കയൊക്കെ കൊണ്ടുപോയിട്ട് ബക്കറ്റ് വിട്ടോ ഇതിനെ പിരിക്കണ്ടോ. അപ്പം ഞാൻ പന്തൽ വിട്ടില്ല, കിടക്കയും കൊണ്ടുവന്നില്ല. ഈ ചട്ടി കൊണ്ട് റോഡരികിടെയാണ്. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിൽ പോയാൽ പിറ്റേ ദിവസം ഞാൻ പൊക്കോളാം. ഇപ്പോൾ എനിക്ക് പെൻഷൻ വേണം, എനിക്ക് കഞ്ഞിക്കില്ല. അതുകൊണ്ട് ഞാൻ നടക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും വേണ്ട, എനിക്ക് തരാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ നടന്നു. തടുക്കുകയൊക്കെ ചെയ്തു. തടുത്താലൊന്നും വിട്ടു കൊടുത്തില്ല. ഞങ്ങളെ എല്ലായിടത്തോടെയും പോയി. കോൺഗ്രസ് എന്നല്ല മനസ്സാക്ഷിയുള്ളവർ ഇട്ട് തന്നു പൈസ. ഒരു 2000-ൻ്റെ താഴെ കിട്ടി. അത് 2 പേർക്കും കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറി. കാരണം മറ്റേ പുള്ളിക്കാരത്തെ അനാവശ്യം പറയും, അത് പറയാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കൂടെയുള്ള അനാവശ്യം പറഞ്ഞുകൊണ്ട് കിടക്കും. ഞാൻ എടുക്കുന്നു പറയും. അതുകൊണ്ട് അവരുടെ കൈ കൊടുത്ത് 2 പേർക്കും പങ്കിട്ട് വന്നു. അത് അവക്കും കിട്ടി, ഞാനും കിട്ടി. ഞങ്ങളും ഇവിടെ വന്നു. പിറ്റേ ദിവസം പിന്നെ ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് അപ്പുറം തെറ്റി തരും. അത് അടിമാലിലോട്ടുള്ള കാശ് തന്നെ ഇവിടെ കിട്ടി. ആ കാശും യൂത്ത് കോൺഗ്രസ് പിള്ളേരെ കൊണ്ട് 2ആയിട്ട് എടുത്തു. അത് അവക്കും കൊടുത്തേ. അല്ലെങ്കിൽ ആ പെൺപിളെ കിട്ടിയില്ല. അപ്പം എല്ലാം ഞാൻ എടുത്തൊന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് വാർത്ത പറയാൻ വന്ന് നമ്മുടെ എറണാകുളം കിട്ടുന്നു. ഇങ്ങനെ 2 പേർക്ക് ഇങ്ങനെ 2 ദിവസത്തെ വെക്കണേ. അവർ വാർത്ത ഇത് പിടിച്ചോണ്ടാണല്ലോ ഇങ്ങനെ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാം പെൺപിള. എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം സാറ് ഇവിടെയും വെക്കണം ഇവിടെയും വെക്കണം, 2 പേരെയും തന്നെ ഞാൻ ഇങ്ങനെ എടുക്കണം. അങ്ങനെയൊക്കെ പുള്ളിക്കാറ്റ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ വലിയ കൂട്ടിനൊന്നും പോയില്ല. ഈ അതില് ആണല്ലോ ദേശാഭിമാനിയിൽ വലിയ വാർത്ത വന്നത്. എന്താണ് വാർത്ത വന്നത്? എന്താണ് എനിക്ക് 1.5 ഏക്കർ സ്ഥലം, എൻ്റെ മകള് പുറത്താണ്, വിദേശത്ത്. അതുപോലെ 1.5 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഒരു വീട് വാടകയ്ക്ക് കൊടുക്കണം. അടിമാലിലും കണ്ട ഒരു വീട് വാടകയ്ക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഒരു വാർത്ത കൊടുക്കുന്നത്. അപ്പം നുണ പറഞ്ഞുകൊണ്ടാണ് നടക്കണത്. പിന്നെ ആൾക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കേണ്ടത് പറഞ്ഞാവാലേ. മറ്റപ്പടി ഞാൻ കേട്ടത്. എൻ്റെ മകള് പിറ്റേ ദിവസം പത്രം വന്നപ്പോൾ എൻ്റെ പടമുണ്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് 1.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 1 ഏക്കറെങ്കിലേക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വില്ലേജിൽ പോയി. ഒരു അപേക്ഷ എഴുതി ചെന്ന് വില്ലേജ് ഓഫീസർ കൊടുത്തു. സാറേ, എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇല്ലെന്ന്, രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ ഇല്ലാതെ ഞാൻ പോയിരുന്നു. സാറേ ഇരിക്കാൻ പറഞ്ഞിരുന്നു.
വന്ന് ഇല്ലാന്ന് എഴുതണം. പിന്നെ എനിക്ക് എന്നാ പേടി, പിന്നെ ഞാൻ വന്നിട്ട് കോടതിയിൽ പിടിപ്പിച്ചു. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെയാണ് വില്ലേജിൽ നിന്ന് കിട്ടിയത്. വില്ലേജിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കൊണ്ടുവന്ന് അവർ തെളിയിക്കണ്ടേ. അന്നേരമാണ് അവരുടെ ആൾക്കാർ പറയണത് എനിക്ക് ഒരുപാട് ഉപകരണ സാധനം കൊണ്ട് പോന്നു, CPM-കാരെ കൊണ്ടുവന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെ കയറി പോകുന്നെന്നാണ് പറഞ്ഞ് തരാൻ. ഞങ്ങൾക്ക് 2 പേർ അവിടെ നിന്ന് തരാൻ വന്നിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ വാർത്തക്കാരൻ വെച്ച് എന്നോട് ചോദിച്ചു കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ വണ്ടി കൊണ്ടുവന്ന് അന്നേരം വണ്ടിക്ക് അവിടം പറ്റിയ ബോട്ടേ കയറി ഇപ്പോൾ മുങ്ങിപ്പോയെന്നാണ് ഇങ്ങനെ പറയാൻ കേട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള സാധനമാണ്. പിന്നെ എൻ്റെ 1.5 ഏക്കർ സ്ഥലം അത് പത്തനംതിട്ട ഉണ്ടോയെന്നൊന്ന് പരിശോധിക്കട്ടെ നോക്കും. ഇതുവരെയും പരിശോധന കഴിഞ്ഞിട്ടില്ല. ആ വക്കീൽ പറഞ്ഞ അനിൽകുമാർ പറഞ്ഞ വാർത്തയിൽ വന്ന് വെച്ചപ്പോൾ അവർക്ക് പത്തനംതിട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പരിശോധിക്കണം. ആ ഡോക്ടറെ കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ പത്തനംതിട്ട അങ്ങനെ നടക്കണേ എന്തിനാ? ഞാൻ ചോദിച്ചു ആ ഡോക്ടറെ കൊണ്ടുപോയാൽ പോരെ. ഇവർ കാണിക്കണ എല്ലാം അങ്ങനെയാണല്ലോ. ഇതുവരെയും പരിശോധന നടന്നിട്ട് കാണുന്നില്ല. അതെന്നാന്ന് എനിക്ക് മനസ്സിലാകണേ. ഇവരുടെ പരിശോധന എല്ലാം ഇങ്ങനെയാണ്. എന്നാ പരിശോധനയാന്ന് നമുക്ക് പിടികിട്ടണില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ പരിശോധിക്കണേ ഇതുമാത്രം സ്ഥലത്ത് പോകണ്ടല്ലോ. കപ്പലേ കയറണ്ട, വിമാനത്തിൽ കയറണ്ട. ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വട്ടമാണല്ലോ. അത് അവിടെ പോയി നോക്കാൻ ഇതിനകത്ത സമയം വേണോ? അല്ലെ വില്ലേജിൽ പോയാൽ പോയി. പത്തനംതിട്ടയും വേണ്ട, വില്ലേജിൽ പോയി. അല്ല പഞ്ചായത്തിലും വില്ലേജിലും നോക്കിയാൽ മതി. ആരെയും വീടുകളിൽ പോകണ്ട. വേണോ? എൻ്റെ അഡ്രസ്സും കൊടുത്താൽ പോരാ. അത് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവരെ കണ്ടില്ല. ഈ നാണം കെട്ട അവിടെ നിന്നും കെട്ടവരോടെ എന്നാ പറയണേ മനസ്സിലാകുന്നില്ല. എന്നാ പറഞ്ഞാൽ നാണവുമില്ല. നാണമെന്ന് പറഞ്ഞാൽ അവർക്ക് തോറ്റിയിട്ടില്ല. അതിനുശേഷം ആ ചട്ടി എടുത്ത് പുറത്തിറങ്ങിയ ശേഷം അതിന് പരിഹാരമായോ എന്തെങ്കിലും? ഗവൺമെൻറ് വന്നിട്ട് പെൻഷൻ കൊടുത്തു കളയാം അങ്ങനെ എന്തെങ്കിലും ചെയ്തു? അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം ഞങ്ങൾക്ക് തന്നത്. കുറച്ച് 2 മാസം തന്നു. പിന്നെ 1 മാസം ആ ഓണം ഉള്ളപ്പോൾ 9 മാസം ഉണ്ടായിരുന്നു ഓണത്തിന്. അതായത് 2 മാസം തന്നു. 2 മാസം തന്നപ്പോൾ 6, 7, 8 പിന്നെ 5 മാസം കിടക്കുക. ആ 5 മാസം കിടക്കുക ഇന്നാളെന്ന് പറഞ്ഞതാണ്. പിന്നെ 8, 9 മാസമായപ്പോഴാണ് ഇപ്പോൾ 2 കൊടുക്കുന്നത്. പിന്നെയും കിടക്കുക 5. ഇവർക്ക് തീർത്ത് ഈ അവരുടെ മന്ത്രിമാർക്ക് ഇവർക്കൊക്കെ 2, 3, 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണ്ടല്ലോ ഇല്ലേ? അപ്പം അതിൽ നിന്നൊരു 10, 500 വെച്ചാൽ കുറച്ചാൽ അല്ലെങ്കിൽ ഒരേ 100 വെച്ച് കൊടുത്താൽ മതിയില്ലേ പെൻഷൻ കൊടുക്കാൻ? അതിൽ നിന്ന് കുറയ്ക്കാൻ തന്നെ ഇതിൽ നിന്ന് ഈ ദരിദ്രർക്ക് കൊടുക്കുന്ന കാശിൽ നിന്ന് തന്നെ ഇവർക്ക് പിടിച്ചെടുക്കണമെന്ന് തന്നെ ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ ഈ കേസുകാരിലെ ജോലിക്കാർക്ക് 1 ലക്ഷം 2 ലക്ഷമൊക്കെ അല്ലേ? അവരെന്നെ അതിന് മാത്രം പണി എപ്പോഴും പോസ്റ്റ് കാലയിലാണ് ഇരിക്കണേ. അതെയോ? അവരുടെ ഓഫീസിൽ അവിടെ ഇവിടെയല്ല ഇരിക്കണം. എപ്പോഴും പോസ്റ്റ് കാലയിൽ തരേണ്ട കാര്യമില്ല ഉണ്ടോ? അപ്പം അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ പെൻഷൻ പിടിക്കണതിൻ്റെ അതിൽ നിന്ന് ഇച്ചിരി കുറച്ച് തന്നെ കുഴപ്പം. പിണറായിക്ക് പശുത്തൊഴുത്തിന് 50 ലക്ഷം 50 അല്ല, അപ്പൊ പുറത്ത് അത്രയും കിട്ടുന്നുള്ളൂ. പിന്നെ നല്ല കോടികൾ സ്വിമ്മിംഗ് പൂള് പണിയാൻ വേറെ, പിന്നെ ലിഫ്റ്റ് പണിയാൻ വേറെ. അതെ, അതിപ്പോ ഈ മന്ത്രി ഇനിയിപ്പോ 1 കൊല്ലം ഇല്ലല്ലോ. 1.5 കൊല്ലം. 1.5 ഉണ്ടോ? 1.5 അടുത്തുണ്ട്. തികയില്ല, 1.5 തികയില്ല. ഇപ്പം ഡിസംബർ അടുത്ത മാർച്ചും അതിന്റെ അടുത്ത മാർച്ചാണല്ലോ. അതൊക്കെ പെട്ടെന്ന് പോവില്ലേ? അതിന്റെ ഇടയ്ക്ക് അവന് കള്ളക്കേസിന് നടക്കണ്ടേ? അപ്പൊ അവൻ അവിടെ ഒത്തിരി നേരം സൂക്ഷിക്കാൻ നേരമൊന്നുമില്ല, ഇറങ്ങണമല്ലോ. ഇനി ദിബയുടെ കേസിന് പിണറായി പാത്തു പോകേണ്ട വക്കീലിനെ കാണേ. പരസ്യമായിട്ട് പോകാൻ പറ്റില്ല. പാത്തു പിണറായി പോകും, നല്ലൊരു തുക കൊടുക്കാന്ന് പറയും. ഇപ്പൊ അവക്കടെ ഒരു വക്കീൽ കിടന്ന് കാണിക്കണം കേട്ടോ എന്നതായിരുന്നു പറയണതിന്. ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ കാണാത്തവൻ ഇങ്ങനെ പറയണതിൻ്റെ ഉദ്ദേശം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ ചില വക്കീലന്മാരുണ്ടല്ലോ 2 കെട്ടാർ. ഇവിടെ അടിമാലിലൊരു പൂണൂല് ജോണിയുണ്ട്, ഒരു വക്കീല. എൻ്റെ മകൾ 2 അപേക്ഷ എഴുതി. ഒന്ന് SP-ക്ക്, ഒന്ന് DSP-ക്ക്. അയച്ചോളാന്ന് പറഞ്ഞു. 3000 ചോദിച്ചു, 2000 കൊടുത്തു. ഇന്ന് വരെ അയച്ചിട്ടില്ല. പോസ്റ്റ് ഓഫീസിൽ ചെന്നോ, പോസ്റ്റ് വാങ്ങുന്നുണ്ട്. ഇന്ന് വരെ തന്നല്ല, മാസം 1 കഴിഞ്ഞു. അയച്ചിട്ടുണ്ടോ? ആ കാശ് ഒതുക്കി എടുത്തേക്കണല്ലേ. അങ്ങനെ വക്കീലന്മാരില്ലേ. ഈ പിണറായിനെ കണ്ട് വൃത്തികെട്ട പൂണൂല് ജോണി. ആൾക്കാർ പറഞ്ഞു കോൺഗ്രസ്സാന്ന്, എനിക്കറിയാൻ പാടില്ല. പൂണൂല് ജോണി അടിമാലി ഇരിപ്പുണ്ട്. ഇവനൊക്കെ ഇത്രയും വൃത്തികേട് കാണിക്കാൻ കൊള്ളാവും? ഒരപേക്ഷ അത് അയച്ചിട്ടില്ല. 3000 ചോദിച്ചു, 2000 കൈപ്പറ്റി. ഇതിനെ കുറിച്ചിട്ട് MM മണി എന്തോ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ പെൻഷനല്ലേ. MM മണിക്ക് എന്നാ വണ്ടൂത്തരയും പറഞ്ഞുകൊണ്ട് നടക്കും. വണ്ടൂത്തരയ്ക്ക് വെളിവുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളി പ്രസംഗിക്കാൻ പോയി. ഒന്ന് ഞാൻ എന്നാ കോൺഗ്രസ്സുകാർ വൃത്തികെട്ടവരാണ്. ഞാൻ 4 പേരെ കൊന്നു. എന്നെ എന്നാ ചെയ്തേ? 1, 2, 3, 4. ഒന്നിനെ തല്ലി കൊന്നു, ഒന്നിനെ ഓടിച്ചിട്ട് കൊന്നു, ഒന്നിനെ വെടിവെച്ച് കൊന്നു, ഒന്ന് കുത്തി കൊന്നു. വെളിവും വെള്ളിയാഴ്ചുണ്ടേ പറയുമോ? അതിൻ്റെ കൊലപ്പള്ളികളൊക്കെ അമ്മത്തിലിറങ്ങി നല്ലോണം നടക്കുന്ന സമയത്തായി പറയണേ.
അപ്പം മണിയുടെ ഉദ്ദേശം എന്നതാണ്. അതുപോലെ ഡി കുര്യാക്കോസ് ഇവിടെ മെമ്പറായിട്ട് നിന്നല്ലോ എന്നാളും എം പി ആയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പരസ്യം ഇട്ടേക്കുക, ഡി കുര്യാക്കോസ് എന്നാ ചെയ്ത്, ഡി കുര്യാക്കോസ് മേക്കപ്പ് ചെയ്യണം. ആ മണിയനെ കപ്പലണ്ടി ചുട്ട് തോണ്ടിയോണ്ടിരിക്കണം. മണിക്ക് പറയാനുള്ള പവറുണ്ടോ? ഈ കളറുള്ള ലോകത്തിൽ ആരും ഇല്ല. പശുവിൻ്റെ കളർ പോലും മണിക്കില്ല. പശുവിൻ്റെ അടുപ്പിട്ട് ചുട്ടാൽ അതിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റില്ല. കുര്യാക്കോസും മേക്കപ്പ് ചെയ്താലും ചെയ്തില്ല, കുളിച്ചില്ലേലും അവനോ കാണാൻ കൊള്ളാം. മറ്റതിങ്ങനെ കാള കളിച്ച് നടക്കുന്നു, കുളിച്ചാലില്ല കുളിച്ചില്ല, അതിനെ കുളിച്ചാലും ശരിയാ, കുളിച്ചില്ല ആ കളർ മാറാൻ പോണില്ല. ഇങ്ങനെയുള്ള വെളിവില്ലാത്തവനോട് എന്നതാ പറയുന്നത്? ഞാൻ പറഞ്ഞായിരുന്നത് വെളിവുണ്ടെങ്കിൽ പറയോ? അവൻ്റെ കളർ അവന് സ്വന്തം അറിയാൻ പാടില്ല. കണ്ണാടി നോക്കാം, കണ്ണാടി നോക്കിയല്ല എൻ്റെ പമ്പറോട് ചോദിക്കാം, അല്ല മക്കളോട് ചോദിക്കാം, എനിക്ക് ഭാഷ പറയാൻ കൊള്ളാം, ഞാൻ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കണം. അത് അല്ലാതെ വെളിവില്ലാത്തവൻ്റെ കാര്യം എന്നാ പറയുന്നത്? വർഗീസ് പറഞ്ഞു എന്നെ പേര് കേസ് കൊടുക്കുന്നു അവിടെ ചെറുതോണി. ആ കൊച്ചിനെ കൊന്നതിന് ചൂട്ട് കൊടുത്താൽ അവൻ പറഞ്ഞു 5 ലക്ഷം രൂപ കൊടുത്തേക്കാം, ആ കൊച്ചിനെ കൊന്നാൽ കേസ് പിൻവലിച്ചാൽ മതി. ആ കൊച്ചിൻ്റെ അപ്പനെയും കൊത്തി. അപ്പം ഞാൻ ചോദിച്ചു, വർഗീസേ നിന്റെ മകൻ വാളയാർ കള്ളക്കടത്തിന് പോയിച്ചു, കഞ്ചാവും ചന്ദനത്തിനും ഒക്കെ. അതുപോലെ തന്നെ നീ 30 പേർക്ക് ആഹാരം ചെറുതോണി സദ്യ ഇടപാട് ചെയ്യും, കാശ് കഴിക്കുമ്പോൾ കൈമൽത്തി, പിന്നെ ചാരുകാരൊക്കെ വിളിച്ചു വരുത്തി അല്ലേ കൊടുത്തത്. നിന്റെ മകനെ എല്ലാടാ വാളയാറിട്ട് കാലും കഴിഞ്ഞ് തല്ലി പിടിച്ചത്. നാണം കെട്ടവനെ, എനിക്ക് ഒരു ബെർലിന് നടക്കും വന്നില്ലടാ, ഒരു ബെർലിൻ മടങ്ങിയിട്ടില്ലടാ. അല്ല അല്ല അന്വേഷിച്ച് നോക്ക് സാർ, ഞാൻ പറഞ്ഞു നുണയാണെങ്കിൽ ഇതുണ്ടായതല്ല. ഞാൻ ഈ വർഗീസിനെ ഇത് നാണം കെട്ടവനോടൊക്കെ തന്നെ വർഗീസിനെ കഴിഞ്ഞും മെന കെട്ടവനാണ്. അവൻ പറയും ഒരു കൊച്ചിന് 5 ലക്ഷം രൂപ വിലയുണ്ടോ? ഉള്ളോ? നമ്മളൊരു കൊച്ചിനെ ചികിത്സ ഇപ്പം നിങ്ങളൊക്കെ പിരിവിട്ട് കൊടുക്കണ്ടേ? കിഡ്നി പോയി ഇതൊക്കെ പോയി ലക്ഷങ്ങൾ മുടക്കി, 10 ലക്ഷം 50 ലക്ഷമൊക്കെ മുടക്കി ജനങ്ങൾ പിരിവിട്ട് കൊടുക്കും. ആ പിരിവിട്ട് അവർ കൊച്ചിന് വില 5 ലക്ഷം വിലയോ? ഒരു വില കൽപ്പിക്കാൻ പറ്റുമോ സാറേ? ഒരു മനുഷ്യൻ്റെ വില കൽപ്പിക്കാൻ പറ്റുമോ? പിണറായി വിചാരിച്ച ആളല്ല എൻ്റെ അപ്പം പനകേറി നടന്ന ഇപ്പം മുഖ്യമന്ത്രി ആണെന്ന് പിണറായി ധരിച്ചിട്ടുണ്ടാക്കണം? ഇല്ലല്ലോ. അതുപോലെ ഈ കൊച്ചിൻ്റെ വില കൽപ്പിക്കാൻ പോലെ ആരാ? ഒരു കൊച്ചിന് നമ്മൾ കൊച്ചിനെ വിൽക്കാനല്ലോ നമ്മൾ പിള്ളേരെ വളർക്കണേ. നമ്മൾ എത്ര കോടികൾ കടപ്പാടാണ്ട് വിറ്റ് ആ കൊച്ചിനെ രക്ഷിക്കുമല്ലേ. അപ്പോൾ വർഗീസിന് എന്ത് വെളുകൊണ്ട് 5 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു? അതാണോ ശരി? കൊടുക്കണ്ടെന്നല്ല, 5 ലക്ഷേ ആദ്യം അവരുടെ വീട്ടുകാരെ സമാധാനപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഉണ്ട്. ആട്ട് അതിൻ്റെ അച്ഛനെയും കുത്തി, എന്നിട്ട് വർഗീസ് മിൻ്റെ ചെയ്ത 5 ലക്ഷം. അപ്പം അവർക്ക് കൊലക്കേസ് ഒതുക്കി കുഞ്ഞു പിള്ളേരെ ഇല്ലാതെയാക്കണം, പീഡിപ്പിക്കണം. അത് സെക്രട്ടറി ഒക്കെ ആണല്ലോ ഈ പിടിച്ചവനും CPM-ൻ്റെ. അവനെ രക്ഷിക്കാൻ നോക്കിയില്ലേ? എന്നിട്ട് പോലീസ് ജനലാക്കടെ എടുത്ത് കടത്തി വിട്ടു. കയറിയത് എങ്ങനെയാണ്? ആ പോലീസിന് അറിയാവില്ല. പിന്നെ പോലീസ് ഇത് ചെക്ക് ചെയ്യാൻ വന്നില്ല, അന്വേഷിക്കാൻ വന്നില്ല. ഇതെല്ലാം തേച്ച് വെച്ചവരെ വർഗീസ് വിട്ടില്ല. പോലീസ് എടുത്ത് കയറ്റി വിടണോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കണ എങ്ങനെ കണ്ടോ? അവിടെയല്ല, TV-യിൽ എടുത്ത്. അതിൻ്റെ ഒക്കെ അമ്മയൊക്കെ എസ്റ്റേറ്റ് പറയാം, കുഞ്ഞുങ്ങൾ പിള്ളേർ തന്നെയായിരിക്കണം. അവിടെയൊക്കെ ഇങ്ങനെ ഇവർ കൊള്ളയടിച്ചാൽ ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുന്ന പറഞ്ഞു. അതുകൊണ്ട് ഇവർ എത്രയും വേഗം ഇവരെ കടലിൽ മുക്കി കളയുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇവർ ഒരു വിശേഷവും തരണ്ട, ഇവർ അനുകൂലവും വേണ്ട, ഇവരൊന്ന് ഇറങ്ങിപ്പോയാൽ മതി. എനിക്ക് അരി കിട്ടും, ഇവർ ഇറങ്ങിപ്പോയാൽ എനിക്ക് 4 കിലോ അരിയല്ല, കൂടുതൽ കിട്ടും. അത് ഞാൻ പറയാം. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ നമ്മുടെ 2 മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, ഉമ്മൻചാണ്ടിയും പിണറായിയും, ഇവരെ 2 പേരെയും അതേപോലെ VS അച്യുതാനന്ദനെയൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അച്യുതാനൻ ഇത്രയും വൃത്തികേടുകൾ കാട്ടില്ല, അവൻ കൊല്ലാൻ പറയില്ല. മനുഷ്യനെ ഒത്തിരി ഉദ്ധരിക്കണ അച്യുതാനന് ഇഷ്ടമല്ല. പിന്നെ അച്യുതാനൻ കോൺഗ്രസ്സുകാരെ ഇഷ്ടമല്ല, BJP-ക്കാരെ ഇഷ്ടമല്ല. അപ്പോൾ ഇല്ലാത്തൊക്കെ പറഞ്ഞ് കളിയാക്കും. ഒരു കളിയാക്കാനും വരാനും അച്യുതാനം എടുക്കാനാണ്, അതെനിക്ക് ഇഷ്ടമല്ല. ഒരു മനുഷ്യനെ എത്രയായാലും കളിയാക്കരുത്, അവരെ കാര്യങ്ങൾ പറയുക. അയാൾ എന്തെല്ലാം കുഞ്ഞു പിള്ളേർ കാണിക്കുമ്പോൾ കോക്കരി കുത്തുകയും വൃത്തികേട് കാണിക്കുകയൊക്കെ ചെയ്യും. ബാക്കി ഇങ്ങനെ കൊലപ്പള്ളിക്കൊന്നും കൂട്ടുവയ്ക്കുന്നില്ല, അതെനിക്കറിയാം. അതാണ് അച്യുതാനനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെ കുണ്ടകളെ അങ്ങനെ പറഞ്ഞു വിടിയല്ല. പിണറായിയാണ് ഇവിടെ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി ഇയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 88 വയസ്സിൽ ഈ മനുഷ്യനെ അല്ലാതെ ഒരു കടിക്കുന്ന പട്ടിയുണ്ടല്ലോ, കൂട്ടിയിട്ടാണ് പട്ടി വരെ ഇതിലുള്ളതാണ്. പട്ടി എന്ന് പറഞ്ഞാൽ ആ പട്ടി പോണ ഒരിക്കലുള്ളവരെ ഒരിക്കലും ഇത് നിരത്തി പിടിച്ച അതെല്ലാ വണ്ടി കൊണ്ട് പോയിട്ട് ലോകമ്പാട് കറങ്ങി അടിച്ച് പട്ടി കടിക്കുമല്ലായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കണേ, യൂത്ത് കോൺഗ്രസ് BJP അതെല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇയാൾക്ക് തന്നെ ഭരിക്കണമെങ്കിൽ ഇതാ കാരണന്മാരുണ്ടാക്കിയ ഭൂമിയായിരിക്കണം അല്ലേ? ഇതെല്ലാ പാർട്ടിക്കും അവകാശമുണ്ട്, BJP-ക്കും എല്ലാ പാർട്ടിക്കും എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകാൻ ഭരിക്കുക. ആ പിണറായി പോലെ തന്നെ അവർ
അതിനെ ഇല്ലായ്മയാക്കാൻ പിണറായിക്ക് അവകാശമുള്ള കാര്യമല്ല. അല്ലേ? യൂത്ത് കോൺഗ്രസ് ആ പിള്ളേരെ അത് സമരം ചെയ്തു. ഇവർ സമരം ചെയ്തിട്ടില്ലേ? ഇവരെന്തെല്ലാം കടകൾ അടിച്ചു പൊട്ടിയിട്ടുണ്ട്. ഇവർ മറ്റൊരു മര്യാദയ്ക്ക് പോവില്ലേ? അതുപോലെ തന്നെ പിണറായിയുടെ വിനോദയാത്രയ്ക്ക് ഇതല്ല. അതുകൂടാതെ ഇയാൾ പോയപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് ആശുപത്രി വന്ന അയാളുടെ വണ്ടി കാട്ടി കയറ്റി ആ മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ പേരിൽ കേസെടുക്കുകയൊക്കെ ചെയ്തില്ല പോലീസ്. അല്ലേ? ആ സമയത്ത് വേറെ ഒരു പാർട്ടിയുടെ വേറെ ഒരു മന്ത്രിയാണെങ്കിൽ ഈ പോലീസ് ഈ വൃത്തികേട് കാണിക്കുമോ? അപ്പോൾ പോലീസിനെ അങ്ങനെ അഴിച്ചു വിട്ടുക ഏത് കാട്ടിലെ ആനയെ പോലെ. ഇവിടെ ഒരു ചക്ക കൊമ്പനുണ്ട്. ഏതാ? ഇവിടെ ഇറങ്ങി വരുന്ന മാട്ടുപ്പെട്ടിയൊക്കെ. ആ ചക്കക്കൊമ്പനിൽ ഏൽപ്പിക്കാവുന്ന പോലീസാണ്. കാരണം പോലീസിനെ ചൂണ്ടിക്കാട്ടാൽ മതി. പോലീസ് അവിടെ എല്ലാം കഴിച്ചു മതി. അല്ല, അങ്ങനെയല്ലേ ചെയ്യണേ? അല്ല, പോലീസ് ഏതെങ്കിലും ഒരു പോലീസ് മര്യാദയുള്ള പോലീസ് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോയവരാ 412 പോലീസുകാരാണ് അവർ ആത്മഹത്യ എന്നും പറഞ്ഞ് കൊന്നേക്കണത്. 400 ഇവരുടെ കണക്കിന് 337 450ഓളം ഉണ്ട് കേരളത്തിൽ കൊന്നേക്കണത്. കൂട്ടുനിൽക്കാത്ത ആൾക്കാരെ കൂട്ടിക്കാർ അതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കാന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതിനെല്ലാം വൃത്തിയായിട്ട് കൂട്ടി അവർ കൊന്നിട്ടുമുണ്ട്. ഒരു മന്നാനെ കൊന്നില്ലേ ഒരു പോലീസുകാരൻ ആ ട്രെയിനിൻ്റെ അവിടെ കൊണ്ടിട്ടേ ഒരു ആദിവാസി അതിനെ ഇവർ കൊന്നതല്ലേ. അപ്പോൾ കൊന്നത് ആത്മഹത്യ എല്ലാം ഇവരുടെ. പിന്നെ ഐ ജി അല്ലല്ലോ നേരത്തെ ഒരു അത് തന്നെ ഐ ജി തോമസ് പുറത്ത് അടിച്ചെന്ന് പറഞ്ഞ് കളഞ്ഞില്ലേ? ഇവരുടെ പാർട്ടിക്ക് ചൂട്ട് പിടിക്കാഞ്ഞിട്ടാ. ഈ പിണറായിക്ക് ചൂട്ട് പിടിക്കാത്ത ഐ ജി അല്ല, അതിൻ്റെ അപ്പുറമുള്ളവരെ കളയും. അങ്ങനെയാണ് നോക്കിയാൽ മതി. ഇപ്പം ഇവർ ഈ തൊപ്പി ഊരാതെ ഇപ്പം ഈ പോലീസിനെ ആ സ്വർണം കടത്തി സൂക്ഷിച്ചവനുണ്ടല്ലോ ഐ ജി, അയാളെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെട്ടുകൂട്ടും. അവൻ പുറത്ത് വിടും. ഇവരുടെ വാർപ്പ് എവിടെയെല്ലാം പോയി എവിടെയെല്ലാം വിറ്റും പോലീസ് കളിക്കും. അതുകൊണ്ട് അയാളെ ആ ജോലി കളയില്ല. കടന്ന് ഉഷ്ണിക്കണമുണ്ടോ? ബേസെറുക്കുക ഇയാളുടെ കാര്യം പറയുമ്പോൾ. ഇയാളെ എങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പ് പോയതും ആ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് ഉരുക്കിയതും ആ പാത്രങ്ങളെല്ലാം കാണിക്കെല്ലാം പറയും. ഈ ഐ ജി പുറത്ത് വിടും. ഈ പിണറായി എത്രമാത്രം കൊലപാതകം നടത്തിയിരുന്നു അല്ലേ? നമുക്ക് പറഞ്ഞ എണ്ണം തീരെയല്ല. ഇയാൾ വേണമെന്ന് ഇവരെ വിട്ടാൻ വന്നില്ല. ഇവിടെ പിള്ളേരെ കൊല്ലവര് ഇവിടെ ആകാശോ ഇവനെ കൊന്നില്ല. മൂന്ന് പിന്നെ രാജന്മാരുണ്ട്. അതിലൊരു രാജനാണ് ആ കൊലക്കേസ് നടത്തിയത്. ഈ രാജൻ കൂടാതെ രണ്ടുപേരും കൂടെ ഇല്ല. അതാണ് നിന്റെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്നാടാ കാട്ടണേന്ന് മൂക്കിൽ പഞ്ഞും വെച്ചോണ്ട് കിടന്നു ഒരുത്തെ. ഇപ്പം വലിയ പുള്ളിയായിട്ട് കിടപ്പുണ്ട്. കുറേ നാൾ മൂക്കി പഞ്ഞും വെച്ച് കള്ളത്തരാന്ന് പറഞ്ഞ് സുഖമില്ലാന്ന് പറഞ്ഞ് എപ്പോഴും ഡോക്ടർ പരിശോധനയ്ക്ക് കൊണ്ടുപോകാറ്. ആ കൊച്ചിനെ കൊന്നേ പോലീസുകാരൻ രാജൻ. അവൻ്റെ പേരെന്നാ? രാജനാ? വേറെ ഒരു പേരുണ്ട് എന്നാ ഇത് രാജനല്ലോ, വേറെ രണ്ടുപേരുണ്ടല്ലോ. അതെ 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 തലശ്ശേരിക്കാർ. അവർ രണ്ടുപേരും. ആ കൊച്ചിനെ കൊല്ലിച്ചേ അവൻ നല്ലവനാണോ? അവനെ അത് തന്നെ. അവനെ കോട്ട് ചെയ്ത് മനുഷ്യരും ദൈവത്തോട് സ്നേഹമുള്ള അവനെ കൂട്ട് കൊടുക്കില്ല. അവനെ തല്ലിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കണ്ട. സുമുഖത്തിന് കാഴ്ചബംഗ്ലാവിൽ കാണാൻ കൊണ്ടാണ് എടുത്തിട്ടാൻ കൂടണം. കാരണം ഇങ്ങനെയുള്ളവനെ അങ്ങനെ കളയണം. അല്ലാതെ വേറെ ഇവൻ്റെയൊക്കെ വർത്താനം കേൾക്കണ്ടത്. ഇപ്പം ഈ വോട്ടിൻ്റെ അടുത്ത് അവിടെ കയറി ചർച്ച പറയണം. അവൻ പറയുമ്പോൾ നിർത്തും. ഉമ്മൻചാണ്ടി വിലയിരുത്താം. ഉമ്മൻചാണ്ടീനെ കല്ലെറിഞ്ഞ് ചോര വന്നിട്ട് പോലെ അവർ തുടരുന്നു. ഉമ്മൻചാണ്ടി ഇവിടെയൊക്കെ ഉരുൾപൊട്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി കൊണ്ട് ചെയ്യിക്കില്ല. അങ്ങനെയുണ്ടാകും. കുറേ നേതാക്കാൻ്റെ പുറയിലുണ്ടാകും. ഉമ്മൻചാണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒതുക്കി അടിച്ചു മാറ്റിയ നേതാക്കന്മാരുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഞാൻ പുറത്ത് വിടുന്നില്ല. അപ്പം എല്ലാം പറ്റിയല്ലാത്തോണ്ട് അവിടെ അടിച്ചു മാറ്റിയവരുണ്ട്. ഉമ്മൻചാണ്ടി പോലെ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കരുണാകരൻ്റെ കാര്യം പൊക്കാലത്തണ്ട. ഞാൻ ഇപ്പം പത്മ അങ്ങോട്ട് പോയല്ലോ, മുരളിയുടെ പെങ്ങള്. അപ്പം പത്മയുടെ കുറ്റം മുരളി പറഞ്ഞതെന്നാണ്. ഞാൻ ചോദിക്കണം, കമ്മ്യൂണിസ്റ്റുകാർക്ക് കരുണാകരനെ കാണാൻ പാടില്ലാത്തവന് പത്മയെ പറ്റി ഇത്ര ദുഃഖം ഉണ്ടായി തന്നെ? അതിന് അത്ര ദുഃഖം ഉണ്ടോ? പത്മയുടെ അമ്മ എന്നാ അമ്മയോ അല്ലോ? കല്യാണിക്കുട്ടി അമ്മ. കല്യാണിക്കുട്ടി അമ്മയുടെ കുറ്റം പറഞ്ഞു. കല്യാണിക്കുട്ടി അമ്മ എന്നാ ദൈവമാണോ? ദൈവമൊന്നുമല്ലോ. ഒരു മന്ത്രിയുടെ ഭാര്യ. എല്ലാവരും ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകമൊന്നുമില്ല. അവർക്ക് എല്ലാവരും എല്ലാവർക്കും ഉള്ള പോലെ മഞ്ഞുള്ളൂ. അവർക്ക് പ്രത്യേക ജീവനൊക്കെ ഒരുപോലെ വേദന ഒരുപോലെ. അതിനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവളെ ആ പെണ്ണും തലേനെ പറ്റി ഭയങ്കര കുറ്റം പറഞ്ഞെന്നാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അത് ഇതിന് പിന്നെ പറഞ്ഞിട്ടില്ല. അതന്നെ കരുണാകരൻ ഒരാളെ കൊന്നെന്നൊക്കെ പറഞ്ഞില്ലേ, ചുട്ടുകൊന്നില്ലേ എന്നാ അതിൻ്റെ പേര്? അതിൻ്റെ തമ്പേനെ അവരെ കാണിക്കാതെ എന്നാ അതിൻ്റെ പേര് ഞാൻ മറന്നു. രാജൻ. രാജൻ കൊലക്കകത്ത്
ഉണ്ടായ കാര്യം ഉണ്ടാകാത്ത കാര്യമൊന്നുമല്ല. അതിപ്പോൾ ഏത് പാർട്ടിയായാലും ഉണ്ടായ കാര്യം ഉരുത്തിക്കൊല്ലും, കൊന്നിട്ട് കത്തിച്ച് കളയും, തോളം വെച്ച് അതിൻ്റെ അതൊക്കെ കാണാൻ അടിയന്തര സമയത്ത്. ആ അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അങ്ങനെയുള്ളതൊന്നും മറക്കൂല. അപ്പോൾ ഞാൻ പറയുന്നത് അതുണ്ടായ കാര്യമാണ്. ഇപ്പോൾ കല്യാണി അമ്മേനെ പറ്റി ഇത്ര ദുഃഖം പറയാൻ ആർക്കും അതിനുള്ള പവറുള്ളവരിപ്പം ഇല്ല, ആരുമില്ല. ഉണ്ടോ? ഇപ്പോൾ ബി ജെ പിക്കാരാണെങ്കിലും ചോറുണ്ടിരുന്ന ബി ജെ പിയിലെ പെരക്കാറ്റ് കയറി വെട്ടിക്കൊന്നു CPM നമ്മുടെ അവരെയും കൊന്നു. ഈ ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെ അന്ന് ശത്രു എന്നും ശത്രുവാണ്. അല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കണത് ഒത്തിരി നേരം അന്ന് തന്നെ ഉണ്ടായി. അല്ല, അങ്ങാര് ശവം കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെ രംഗത്തടി ഓരോളിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണാതാണ്. അപ്പം എല്ലാവർക്കും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റിയല്ല. അവരുന്നാര് ചെയ്ത സന്തോഷം പറഞ്ഞ് രംഗത്തെടുത്ത് കരയണത് ഈ ഉമ്മൻചാണ്ടിയെ പറ്റി കരഞ്ഞോ പോലെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ എന്ത് ഉപദ്രവം ഉപയോഗിച്ചിട്ടുണ്ട്. ആ കല്ലേറ് മാനിയുടെ കണക്ക് അന്നത്തെ 100 മൂന്നാം നിലയിലൊക്കെ കോളേജ് പിള്ളേർക്ക് കല്ലും മണിയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് CPM ഏറാറും. എന്നിട്ട് പോലും ഉമ്മൻചാണ്ടിയെ പോലീസുകാരെ വിട്ട് ഉപദ്രവിച്ചില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പോക്കാരനാണ്, ദൈവത്തിൻ്റെ അല്ലേ. ദൈവം എല്ലാം അടി കൊള്ളുമായിരുന്നു എന്ന് പറഞ്ഞാണ്. അപ്പം ഉമ്മൻചാണ്ടി എല്ലാം മേടിക്കാം, ആരെന്ത് എത്തി പറഞ്ഞാലും ചിരിച്ചോണ്ട് പോകുള്ളൂ. അതിനുള്ള ഗുണങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ഒരു കല്യാണ വീട്ടിൽ ഒരു കിലോ അരി പോലും മേടിക്കാൻ നിവൃത്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് കണ്ടു, കല്യാണത്തിന് പറ്റുന്നു ഒന്നുമില്ല. ചെന്നു വെള്ളിപ്പിന് പണി കാണണം. ഉമ്മൻചാണ്ടി ഇറയത്ത് നിർത്തും. ചെല്ലുമ്പോൾ പന്തളുമില്ല, ഒന്നുമില്ല. കെട്ടിപ്പിടിച്ചാൽ സകല സാധനം അവിടെ ചെന്നു കല്യാണം മങ്ങലായിട്ട് നടത്തി. അപ്പം ദൈവം അങ്ങനെയായിരുന്നു. ഭാവി മനസ്സിൽ ഞാൻ സ്വർഗത്തിലധികം സന്തോഷം. ആ ഭാവിയുടെ വീട്ടിലെ ഉമ്മൻചാണ്ടി ചെന്നു, ദുഷ്ടൻ്റെ വീട്ടിൽ ചെന്നില്ല. ഇല്ലാത്തവനെ പോഷിപ്പിച്ചില്ലേ. ദൈവത്തിൻ്റെ പണി അത് തന്നെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടീനെ അങ്ങനെ നമുക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയം നോക്കണ്ട. പിണറായിനെ സുമുഖക്കുഴി പോകുമ്പോൾ ദാനിയല്ല സുമുഖക്കുഴി ഇട്ട് കൊടുത്തു. ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഒറ്റിക്കൊടുത്ത് കൊണ്ടുപോയിട്ടു. ലാസ്റ്റ് കിടക്കുകയായിരുന്നു ദാനിയൻ്റെ സുമുഖം. അത് കഴിഞ്ഞ് ഒറ്റിക്കൊടുത്തവരെ കൊണ്ടുപോയിട്ടപ്പോൾ ഞെരിച്ചു എന്നാ പറഞ്ഞ സുമുഖം. ഇരട്ടച്ചങ്കെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇരട്ടച്ചങ്കും എല്ലായിടത്തും വെച്ച് കിടക്കും. കൊള്ളരുതായ്മ കൊണ്ട് പറ. ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞ് കൊല്ലും കൊലയും നടത്തുന്ന കൊള്ളരുതായ്മ കൊണ്ട് ആൾക്കാർ പേരിട്ടേക്കണം. ചങ്കുള്ളവരുണ്ട്, അപ്പം ഉണ്ടായിക്കില്ല. ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ നടക്കില്ല. കുനി ഓന്ത് നടക്കുമ്പോഴും ഓന്ത് നടക്കുമ്പോഴല്ലേ ഇറങ്ങും. മുതുകത്ത് ഇങ്ങനെ കുഞ്ഞു ഈ കട്ട് തിന്നാൽ അങ്ങനെയാണ് കിട്ടുള്ളൂ. ഈ കട്ട് തീറ്റക്കാർക്കുള്ളതാണ്. അല്ലാതെ നല്ലവർക്ക് ഇപ്പം അങ്ങനെ കുഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടുംബം മുഴുവൻ എങ്ങനെയായിപ്പോൾ ഇതെങ്ങനെ? മോളങ്ങനെ, അമ്മ അങ്ങനെ, ഭാര്യ അങ്ങനെ, മോനങ്ങനെ. അപ്പം ഒരു ഞണ്ട് അമ്മയോട് ചോദിച്ചു, കുഞ്ഞ് അമ്മ എന്നെ അമ്മ ചെരിഞ്ഞ് കിടക്കണേ എന്നാൽ മോനൊന്ന് ഇറങ്ങിയാണ്. അപ്പം ആ കുഞ്ഞും ചെരിഞ്ഞെല്ലാം അടക്കണം, ഞണ്ട് ചെരിഞ്ഞെല്ലാം അടക്കണം എന്ന് പറഞ്ഞാണ് ആ പിണറായി ചോദിക്കുക അതിന് മറ്റുള്ളവരോട്. ആ പിണറായിയുടെ വീട്ടിലേക്ക് എത്തി പിണറായി എത്തിക്കുന്നില്ല. ഗോവിന്ദനാണ് ചൂട്ട് പിടിച്ചു പറഞ്ഞത്. ഗോവിന്ദൻ ബാലിനാണ്. ബാലിന് എവിടെ ഉണ്ടെങ്കിലും പാഞ്ഞെത്തുക. നിലാവ് കഴിയുമ്പോൾ ചില സമയത്ത് നിലാവ് കളിയും. പ്രത്യേക ഒരു പുഞ്ചരി നിലാവ്. അവന് പുഞ്ചരി നിലാവാണ്. അവനെ കൊണ്ടൊട്ട് കൊള്ളുപോയിട്ട് അവൻ പാര വെക്കാനും നടക്കും. എവിടെ നിന്നാണ് പണം വന്നത്, പോലപ്പായ വന്നത്, അതും മറക്കാൻ അവനാണ് നല്ലോണം അറിയാമായിരുന്നു. അവൻ പറഞ്ഞു കൊടുത്ത അമ്പലത്തേക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. അമ്പലത്തേൽ അതാ പാലൻ. അവരുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ നല്ല വാശമാണ്. കോൺഗ്രസ്സുകാർക്ക് ഇത് കണ്ടുകൊണ്ട് പറയാൻ മാത്രമല്ല, കോൺഗ്രസ്സിന് കഴിവില്ല. അവർക്ക് കടത്താനും കഴിവില്ല. ആ പെട്ടിയും വെച്ചോട്ട് തുറന്നു നോക്കുക, വെള്ളം ഉണ്ടോ ഒന്നുമില്ല. ആ പെട്ടിയെ പറ്റി എന്ത് കളി ഒരു കളിച്ചു. നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് പെട്ടിയെ വിവാദം പറയാം. പ്രാവശ്യം എന്തായാലും ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, കരുണാകരൻ, അതേപോലെ VS അച്യുതാനന്ദൻ ഇവരെക്കുറിച്ചെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണങ്ങളാണ് നമ്മുടെ മറിയക്കുട്ടിയമ്മ പറഞ്ഞിട്ടുള്ളത്. അത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് മറിയക്കുട്ടിയമ്മയുടെ വിശേഷത. നമസ്കാരം.